പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടി വരണാധികാരി. ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ പരാതി. കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി നടന്ന പ്രസംഗത്തിനെതിരെയാണ് പരാതി. മണ്ഡലത്തിലെ കായികമേളയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രസംഗത്തിൽ കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര സ്റ്റേഡിയമാക്കി മാറ്റാൻ നിശ്ചയിച്ചതായി മന്ത്രി പ്രസംഗിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പെരുമാറ്റച്ചട്ടലംഘനത്തിന് മുഹമ്മദ് റിയാസിനെതിരെ പരാതി നൽകിയത്. എന്നാൽ മന്ത്രി അബ്ദുൾ റഹിമാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് റിയാസ് പറയുന്നത്. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിച്ച കമ്മീഷന്റെ വീഡിയോഗ്രാഫറെ എളമരം കരീം തടഞ്ഞതായും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വേദിയിൽ നിന്നും എഴുന്നേറ്റ കരീം വീഡിയോഗ്രാഫറുടെ അടുത്ത് ചെന്ന് എന്തോ ചോദിക്കുന്നതും പിന്നീട് അദ്ദേഹത്തെ സ്റ്റേജിന് പിന്നിലേക്ക് കൊണ്ടുപോകുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് ഇതെന്നാണ് ആക്ഷേപം. കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് നിമിഷങ്ങൾക്കകമാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരാതിരിക്കാനും തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടാതിരിക്കാനുമാണ് ഇതെന്ന വിലയിരുത്തലിലാണ് പുറത്തു വരുന്നത്. മന്ത്രിമാരും മറ്റും ചട്ടലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത്. പത്തനംതിട്ടയിലെ കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്കിനെ കമ്മീഷൻ താക്കീത് ചെയ്തിരുന്നു. ഇതിന് കാരണമായത് വീഡിയോ ചിത്രീകരണമായിരുന്നു. ഇതുകൊണ്ടാണ് എളമരം കരുതലെടുത്തതെന്ന വിവാദമാണ് ഉയരുന്നത്. വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു. 5:53 അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വീഡിയോഗ്രാഫറെ പ്രസംഗത്തിന് ശേഷം 6:24 പുറത്തേക്ക് വിട്ടത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടന്നെന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമാണ് സൂചന. സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി പൂർണ്ണമായും ചിത്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ക്യാമറമാൻ വിശദീകരിച്ചാൽ അത് CPM സ്ഥാനാർത്ഥിക്ക് കുരുക്കാകാനും സാധ്യതയേറെയാണ്.